വാട്സ്ആപ്പ് ബോയ്സ് നിങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ അതിരാവിലെ തന്നെ ഞാൻ ഒട്ടും ഉറക്കം പോലും കളയാതെ ഒട്ടും ഉറക്കം പോലും ഉറങ്ങാതെ ഞാൻ എൻ്റെ അടുത്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന ബാംഗ്ലൂരിലേക്ക്. ഉറങ്ങാൻ ഞാൻ ശ്രമിച്ചൊരു 2 മണിക്കൂർ എന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങിയാലേ അവിടെ 2 മണിക്കൂർ മുമ്പ് എനിക്ക് ഫ്ലൈറ്റിന് എത്താൻ പറ്റത്തുള്ളൂ. 2-1.5 മണിക്കൂർ മുമ്പ് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. എൻ്റെ സാധാരണ ഉറങ്ങുന്ന 4 മണിക്കായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 4 മണി 6:50 ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് നാളെ ഫുള്ളും ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും ബാംഗ്ലൂരിൽ. അവിടെ എത്തുക, പിന്നെ ഒരു ദിവസം ഉറങ്ങുകയായിരിക്കും. അതിൻ്റെ പാട്ട്. അച്ഛനെന്തായാലും എഴുന്നേറ്റ് നിൽക്കുക. അച്ഛൻ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നേരത്തെ എഴുന്നേറ്റിരിക്കും. ഞാൻ പോകുന്നവരെ അച്ഛൻ ഫുൾ ടൈം എഴുന്നേറ്റിരിക്കുമായിരിക്കും. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ, 1 മണിക്കൂർ മുമ്പ് തന്നെ എഴുന്നേറ്റ്. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഗേറ്റ് തുറന്നു തരികയാണ്. അച്ഛൻ ഇനി ഗേറ്റ് അടയ്ക്കുന്നവരെ ഉണർന്നിരിക്കും. എന്തായാലും ഇനി വണ്ടിയിൽ നിന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോകാം. ഒരു പട്ടി പോലും എന്ന് പറയാൻ പറ്റില്ല. ഒരു പട്ടി വരയ്ക്കുന്നുണ്ട്. ഈ എൻ്റെ കഷത്തിൻ്റെ അടിയിൽ ചെറുതായിട്ടെങ്കിലും രോമം വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഒരു ചെറിയൊരു ടൈറ്റുള്ളൊരു ഷർട്ട് ഇട്ടാൽ മതി. ഓ മോനെ, അത് പൊട്ടിയിട്ട് വെറുതെ ഒരഞ്ഞ് പൊട്ടിയിട്ട് എനിക്ക് കൈ താത്താൻ വരുന്നില്ല. ഞാൻ ഇന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആദ്യത്തെ കാലം ഉറക്കാൻ വരുന്നില്ല. പിന്നെ ഇങ്ങനെ പൊക്കത്തോട്ട് കൈ വെച്ചിട്ട് കിടക്കുക ഞാൻ. അതുകൊണ്ട് അപ്പം തന്നെ വളരുമ്പോൾ തന്നെ ട്രിം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ വണ്ടി വന്ന് സെയിം വണ്ടിയാ, പക്ഷേ വേറെ വണ്ടിയാ. ഞാൻ പോകും അച്ഛമ്മ കട സൈക്കിൾ ചവിട്ടാൻ പോകുന്നു. അച്ഛൻ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പോകുന്നു. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് മാനുവലാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ആൾക്കാരെ കൂടി പിക്കപ്പ് ചെയ്യാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം. എല്ലാവരും എൻ്റെ ജിം ബഡീസാണ്. ഇനി ഇവൻ ഒറ്റയ്ക്ക് വരുന്നേക്കാട്ടും നല്ല അവരുടെ കൂടെ വരും. പെട്ടെന്ന് അവിടെ എത്തിക്കണം. ഞാൻ മാനുവൽ ഓടിച്ച് അവന് കുഴപ്പമില്ല. ഇവന്മാരെ ഓടിച്ചിട്ട് വന്നു. ഞാൻ ഏതൊരു ഇടവഴിയാണിത്. ആൾക്കാർ വന്നു, എല്ലാവരും എത്തി. ഒരാളും കൂടി വന്നു. മറ്റേ ആളെവിടെ ഇനി അങ്ങനെ ഞാൻ ഓടിച്ച് പെട്രോൾ പമ്പ് വരെ എത്തിച്ചിട്ടുണ്ട്. ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് എത്തിക്കായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കാണാറ്. അവിടെ ചില്ലായിട്ടിരിക്കും, ആർക്കും കുഴപ്പമില്ല. വണ്ടി ഓടിച്ചോടിച്ച് കഴിയുമ്പോൾ ഒരു പുക മാത്രം കാണാം, ഒന്നും മനസ്സിലാവുന്നില്ല. ഒതുക്കിയത് എനിക്കറിയാം. യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ. ഏട്ടാ അവൻ പറഞ്ഞ് കയറിയിട്ട് ഇത് കൂടുതൽ പുകയില്ല. അങ്ങനെ ഫൈനലി ഇതേ പൊങ്ങി വരുന്നു. എന്താണ്ടൊക്കെ കണ്ടു തുടങ്ങാം താരത്തും. ഇപ്പൊ കാണാൻ വഴിയൊക്കെ. നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടാ. ഇനി ഇവരായിട്ട് ദൂരമൊന്നും ഇല്ല. ഇനി ഫ്ലൈറ്റ് പിടിച്ച് പെട്ടെന്ന് പോകുക. ഉറങ്ങിയിട്ട് വരില്ലേ, ഇവരെ ഉറക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഫൈനലി എയർപോർട്ടിൽ എത്തി കേട്ടാ. ഞാൻ വണ്ടിയും പാർക്ക് ചെയ്തു. കുഴപ്പമില്ല. ഞാൻ ടെർമിനൽ 2 കറങ്ങി തിരിഞ്ഞു വന്നു. കറക്റ്റ് എനിക്ക് ടെർമിനൽ 1 പോകേണ്ടത്. അവിടെ സത്യം പറയാൻ ഫ്ലൈറ്റ് ഞാൻ 1 പ്രാവശ്യം കണ്ട് കയറിയിട്ടുള്ളൂ. അത് എനിക്ക് ഓർമ്മയില്ല എന്നാണെന്ന്. ഇന്ന് കോളേജിന് സമയത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ആയിക്കോളും. ഞാൻ ഇറങ്ങട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാതെ. നിങ്ങൾ നേരെ പോകല്ലേ വീട്ടിലോട്ട്? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. സീനായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. എന്തായാലും 1 മണിക്കൂറിൽ വണ്ടി കയറാം. 2 മണിക്കൂർ ഞാൻ ബാംഗ്ലൂർ എത്തും. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ 1 മണിക്കൂർ കഴിയും. ബാംഗ്ലൂരിൽ എന്തായാലും തണുപ്പായിരിക്കും. അപ്പോൾ ഈ ജാക്കറ്റ് എന്തെങ്കിലും ഒരു ഗുണം വരും. ഫൈനലി എനിക്ക് ഉറക്കം വരുന്നുണ്ട് പോലെ. ഞാൻ എന്നാലും അവിടെ നിന്ന് മാറി ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഇരുന്നിട്ടുണ്ട്. ഇതാണ് ഗേറ്റ് എന്ന് തോന്നുന്നു. എൻ്റെ സ്കെഡ്യൂൾ വെച്ചാണെങ്കിൽ രാവിലത്തെ ഫ്ലൈറ്റ്. അമ്മയ്ക്ക് ആ ബാഗ് മേടിച്ച് ഈ ബ്രാൻഡ് മിക്ക സ്ഥലത്തും ഉണ്ടല്ലോ. ഹൈ ഡിസൈൻ എന്നറിയും. ഇത് നല്ല ബാഗാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വെറുതെ മേടിച്ചു. എനിക്ക് ഒരു പരിചയമൊന്നുമില്ലായിരുന്നു. 2ാമത്തെ പ്രാവശ്യമാണിത്. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് വേണ്ടത്. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നത്. 2 മാറ്റി നമ്മൾ 1 പ്രാവശ്യം 100 ആക്കും. എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. കൊള്ളാം. ഫുള്ളും വിറ്റായിരുന്നു മോനെ. ഫുള്ള് വിറ്റായിരുന്നു. ചോദിക്കരുത്. എന്നുവെച്ചാൽ ഒരു ചേച്ചീൻ്റെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ചേച്ചി ഒറ്റടിക്ക് തട്ടി വിളിച്ചിട്ട് ഒന്ന് മാറാൻ പറഞ്ഞു. ഞാൻ മാറിക്കൊടുത്ത്. പിന്നെ പൊക്കത്തിന് ലഗേജൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ എല്ലാവരും അവിടെ കുറേ പേര് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇവർ ബാത്റൂമിൽ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നത് ഈ ഫ്ലൈറ്റ് പൊക്കത്ത് പറന്നോണ്ടിരിക്കുന്ന സമയത്ത്. അതൊന്നും അല്ലായിരുന്നു. ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ എത്തിയ ഓപ്പ്. ഞാൻ മിന്നായകണൊക്കെ എടുത്തത്. ദൈവമേ, എനിക്ക് ഉറക്കശീലം കൊടുക്കത്തില്ല. ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ആയിരുന്നു. ഞാൻ അവിടെ പോയി കിടന്നുറങ്ങട്ടെ. ഞാൻ അവിടെ ഇരുന്നു കിടന്ന് ഇരുന്നിട്ടാണ് കണ്ടു. ഞാൻ ക്യാഷ് ഒന്നും എടുക്കാതെ വന്നത്. അല്ല, ഏറ്റവും പണ്ടില്ലല്ലോ ഈ എയർപോർട്ടിൽ. ബസ്സിന്ന് വന്നത് വിചാരിച്ചത്. ബസ് ക്യാഷ് എടുക്കേണ്ടി വരുന്നത്. എല്ലാം കഴിച്ചിട്ട് പോവാം. സബ്വേ വേണ്ട എനിക്ക്. എന്നാലും ഇതിപ്പോ ഒരു സബ് ആയിട്ടുണ്ട്. സബ് അല്ല, റാപ്പ് ആയിട്ടുണ്ട്. ഇതിപ്പോ റാപ്പ് പൂജ നമ്മൾ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഡേ എൻ്റെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്റെ കയ്യിൽ നിന്നല്ല പൊക്കോണ്ടിരിക്കുന്ന പോലെ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ടാക്സി ഏത് ആപ്പാണിത്, ഏതിനാ ബുക്ക് ചെയ്യുന്നത്? എനിക്ക് എന്റെ പെല്ലപ്പുറേക്ക് പൊക്കോണ്ടിരിക്കാൻ ഉറക്കമില്ലാതാ. പക്ഷെ എന്റെ മാക്സ് 4 മണിയാ. 4 കഴിഞ്ഞപ്പോ 8-8 രാവിലെ. സീനാവല്ലേ. ഇപ്പൊ ഏതായാലും ഒരു ടാക്സി വരും. അത് ബുക്ക് ചെയ്തോണ്ടിരിക്കുക. ഏകദേശം തീരുമാനമായി. പക്ഷേ ഫ്ലൈറ്റ് ഇരുന്ന് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇരുന്ന് കഴിഞ്ഞപ്പോ ആ കാലിന്റെ അവിടെ ഒന്നും സ്പേസ് ഒന്നും ഇല്ല.
വണ്ടി ഇപ്പോൾ വരും. ഞാൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സൈറ്റ്മെന്റ് പോരെ, എന്ന് വെച്ചാൽ അത് സ്പേസ് പോരെ. നമുക്ക് ലൈഫിൽ ഇനിയും കുറേ മുമ്പിൽ പോകാൻ കിടപ്പുണ്ട്. അതാണ് എനിക്ക് തോന്നിയത് അവിടെ ഇരുന്നപ്പോൾ. ഇത് 2ാം ട്രിപ്പ് ആയിരുന്നു. ഇനിയാണ് കുറേ ട്രിപ്പ് വരാൻ കിടക്കും. ഹോട്ടൽ റൂമിലെത്തി. എങ്ങനെയോ ഇതെന്ത് ഹോട്ടൽ റൂമാണ് ഇത്? മച്ചൊക്കെയാണല്ലോ ഇവിടെ. മച്ചല്ല ഷീറ്റൊക്കെ കിടക്കില്ല. ഇവിടെ ഒരു കിടില വ്യൂ ആണ്. നോക്കടാ, വ്യൂ ഉണ്ടോ മോനെ? വ്യൂ എനിക്ക് വയ്യ. ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം വാവ്. എന്നാലും ഞാൻ കിടക്കട്ടെ. കിടന്നു കഴിഞ്ഞാൽ എന്താ എഴുതേക്കൊന്നും എനിക്കറിയത്തില്ല. കിടക്കുവാ. ഞാൻ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഈ സ്കിന്നിൻ്റെ ഇത് കാണിക്കാൻ വന്നതാ. ദൈവമേ, ബോധം തെളിഞ്ഞ് വന്നപ്പം പാതിരാത്രി എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 5-5:30 ആയത് സമയം. എന്നാലും ഇപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് 7 മണിയൊക്കെ ആകുമ്പോൾ. പെട്ടെന്ന് ഇറങ്ങണം. കോപ്പ്. ഞാൻ ഫോൺ പോലും ചാർജ് ചെയ്ത്. അതാണ് ഏറ്റവും വലിയ വിറ്റ്. എന്തായാലും നമുക്ക് ഇറങ്ങാം. അപ്പോയിൻമെൻ്റ് ആക്കിയിട്ട് വരാം കേട്ടാ. എന്ത് തിരക്കാണ് ഇവിടെ. ഞാൻ മറന്നു പോയല്ലേ ഇവിടെ സ്ഥലത്തെ ജീവിച്ചിരുന്നെന്ന്. 2 വർഷം 3 വർഷം ഞാൻ മാസ്ക് മേടിച്ചിട്ട് കേട്ടാ. ഒടുക്കത്തെ പൊടി എന്തോ ഇടയ്ക്ക് തോന്നുന്നു വെച്ചാൽ ഞാൻ മാത്രമേ എടുത്തുള്ളതാ. ഞാൻ മറന്നുപോയി. ഈ സ്ഥലം വെറും ചവർ. എന്താണ് എവിടുന്ന് പോയതാ? ഇവിടുന്ന് മടുത്ത് പോയതാ ഞാൻ. ഇവിടെ അടുത്ത് തന്നെയാണ് മറ്റേ ആ സ്കിന്നിന്റെ സ്ഥലം. ഞാൻ എന്നാലും ചോദിച്ചിട്ട് വരാം. സെയിം തന്നെയാണ്. ഞാൻ കേരളത്തിൽ തന്നെ ഏൽപ്പിക്കും കേട്ടോ. ഇതൊക്കെ എന്ത് കടയുടെ ഇത് മൂലയ്ക്ക് വെച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് നാട്ടിലേക്ക് വെച്ച് തന്നെ ഏൽപ്പിക്കാം കേട്ടോ. ഇവിടെ ഞാൻ സംസാരിച്ച് നാട്ടിലൊക്കെ ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെ തന്നെ. ഇനി ഞാൻ കുറെ നോക്കേണ്ടതെന്നില്ലെന്നു. നമുക്ക് നാട്ടിൽ വെച്ച് ചെയ്യിപ്പിക്കുന്ന നാട്ടിൽ തന്നെ ഏൽപ്പിക്കാം. അപ്പം ഞാൻ ഇവിടം വരെ എന്തായാലും എത്തിയപ്പോൾ നമുക്ക് വല്ലതും മേടിച്ചോണ്ട് പോകാല്ലേ. പിന്നെ മേടിക്കാൻ പോയിട്ട് കാര്യമില്ല. പിന്നെന്തായാലും ഓൾറെഡി കുറേയൊക്കെ ലേറ്റ് ആയി. ബസ്സിനൊക്കെ കുറേ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും സാധനം മേടിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്ക് പോകാൻ നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര റോഡേ കിടന്ന് ഇറങ്ങുന്ന സ്ഥിതിക്ക് ഞാൻ വല്ല ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന്. എന്തെങ്കിലും ഉള്ളതാ കഴിക്കാതെ. ഇവിടെ എന്താണ് മഴയും പെയ്യുന്നില്ല. ഒറ്റയടിക്കാണ് മഴ പെയ്ത് തുടങ്ങിയത്. ഫുള്ള് വെള്ളം തെറിക്കുന്നു. ഷൂവിനൊരു തീരുമാനമാവും ഇങ്ങനെ പോയാൽ. കട സൈഡിലുണ്ട്, അവിടെ നിന്ന് കഴിച്ചിട്ടോ. ഈ കട എല്ലാം പെട്ടെന്നായിരുന്നു. 2 പ്ലേറ്റാണ് ദൈവം. ഇത്രയും വലിയ ചപ്പാത്തിയൊക്കെ ഇരിക്കുന്നു. പപ്പടമൊക്കെ ഉണ്ട് അടിയിൽ. എങ്ങനെയാണോ നേരത്തെ അറിയാം. പച്ചക്കറിയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് പാവ് ഭാജി. പിന്നെ കുറച്ച് പ്രോട്ടീന് വേണ്ടി കുറേ പനീർ ഓർഡർ ചെയ്തു. ആണെന്ന് വണ്ണുള്ളൂ പനീറില്ല. ഫ്ലാറ്റാണെന്നോ വിശപ്പടങ്ങിലെന്നും പറഞ്ഞൊരു സ്റ്റാഫ് കുളിച്ച് മേടിച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റിയതാ കേട്ടോ. അത് കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പം ഞാൻ മടുത്തു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത് പുളിയൊക്കെ ഉപ്പൊക്കെ ആയിരുന്നു ഇതൊക്കെ. ഇപ്പം എന്നാലും മഴ പെയ്യുവാണ്. എൻ്റെ ഫോണിൻ്റെ ചാർജും തീരാറായി. എന്തായാലും ഞാൻ ഇനി റൂമിലോട്ട് പോട്ടെ. നാളെ കാണാം. ഇതെവിടെ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാൻ ചെക്ക് ചെയ്യാം.